വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പൊ നമ്മുടെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓഗസ്റ്റ് 7-8 ദിവസങ്ങളിലെ എക്സാംസിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള എക്സാം ഈ 2 ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു, ഷിഫ്റ്റുകൾ ഡിഫിക്കൽട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഷിഫ്റ്റുകളായിരുന്നു ഡിഫിക്കൽട്ട്, അപ്പൊ ഇനി എക്സാമിന് പോകുന്നവർ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. അതിനോടൊപ്പം തന്നെ GQ ഒക്കെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിച്ച കുറച്ച് GK ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് 7-നാണ് എക്സാം തുടങ്ങിയത്. 7-ാം തീയതി നമുക്ക് മൊത്തത്തിൽ 3 ഷിഫ്റ്റുകളാണ് നടന്നത്. എല്ലാ ദിവസവും തന്നെ 3 ഷിഫ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ 7-ാം തീയതി മൊത്തം എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എക്സാം ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിരുന്നു. അങ്ങനെ ഡിഫിക്കൽട്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ഷിഫ്റ്റുകളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷിഫ്റ്റ് 1-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു, റീസണിങ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു, ജനറൽ അവയർനെസ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അപ്പോൾ ഓവറോൾ നമുക്ക് ഒരു മോഡറേറ്റ് ലെവൽ ആയിരുന്നു ഈ എക്സാം എന്ന് പറയാം. നല്ലൊരു അറ്റംപ്റ്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഷിഫ്റ്റ് 2 ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഷിഫ്റ്റ് 3യുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്സ് മാത്രം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് ചില കുട്ടികൾ നമ്മളോട് പറഞ്ഞു. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ജനറലി എക്സാം എന്ത് തന്നെയായിരുന്നു, ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിരുന്നു. ഷിഫ്റ്റ് 3-ൽ തന്നെ ജനറൽ അവയർനെസ്സും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കുറച്ച് കുട്ടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുട്ടികളുടെ ഫീഡ്ബാക്ക്, നമ്മൾ മാക്സിമം കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിന്റെ ബേസിസിൽ ചെയ്ത ഒരു അനാലിസിസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഓഗസ്റ്റ് 7-ാം തീയതി എക്സാം നോക്കുമ്പോൾ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ എക്സാം ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഓഗസ്റ്റ് 8-ാം തീയതിത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റുകളും ഈസി ടു മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് എക്സ്പെഷ്യലി മാത്സിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓരോ ടോപ്പിക്കും അത്യാവശ്യം നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിച്ച് കണ്ടില്ല. വളരെ ഈസി ആയിട്ട് എക്സാമിന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഈ എക്സാമിന്റെ മാത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്സ് അതുപോലെ തന്നെ നമ്മൾ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് റീസണിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SSC എക്സാംസിന് അധികം കാണാത്ത സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലുള്ള ടോപ്പിക്കുകളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് റേഷ്യോ പ്രൊപ്പോർഷൻസിൽ നിന്ന് തന്നെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് വന്നതായിട്ട് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ കാർ ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിന് ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചതായിട്ട് കുട്ടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾജിബ്രയിൽ നിന്ന് ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 1 or 2 ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 1 to 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. മെൻസുറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മെൻസുറേഷനിൽ നിന്ന് ചോദിച്ച ഷിഫ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മെൻസുറേഷനിൽ മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. റീമോൾഡിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അധികം കണ്ടതായിട്ട് കുട്ടികൾ പറഞ്ഞില്ല. സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ടൈപ്പ്, കോണിന്റെ സിലിണ്ടറിന്റെ ഒക്കെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ചോദിച്ച് കണ്ടത്. ആവറേജിൽ നിന്ന് വളരെ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ക്ലാസിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അതായത് ഒരു ക്ലാസ്സിൽ 6 പേരുണ്ടായിരുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഒരു ടീച്ചർ വന്നു, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടതായിട്ട് കുട്ടികൾ പറഞ്ഞു. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. എക്സ്പെഷ്യലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് മിക്ക ഷിഫ്റ്റുകളിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിച്ചതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഡ് കണ്ടുപിടിക്കാൻ 1 or 2 ക്വസ്റ്റ്യൻസ്, 1 to 2 ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റുകളിലും ചോദിക്കുന്നുണ്ടായിരുന്നു. പെർസെൻറ്റേജ് എഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. സിംപ്ലിഫിക്കേഷനിൽ നിന്നും 2 to 3 ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകൾക്കും ചോദിച്ചതായിട്ട് കുട്ടികൾ റിപ്പോർട്ട് ചെയ്തു. എഗെയിൻ ട്രിഗ്നോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്പർ സിസ്റ്റത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടൈം ആൻഡ് വർക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. HCF LCMൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മോഡൊക്കെ പഠിക്കാതെ നിങ്ങൾ എന്തായാലും പോകരുത്. കാരണം 1 to 2 ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ലാസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര ആപ്ലിക്കേഷൻ ലെവലോ അങ്ങനത്തെ കാര്യങ്ങളല്ല. ജനറലി നമ്മൾ ഈ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ബേസിക് ആയിട്ട് പഠിക്കുന്ന
ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള CGL ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ഇനിയുള്ള സമയം നിങ്ങൾ പഠിക്കാതെ കുറച്ചുകൂടെ കഴിഞ്ഞ എക്സാംസ് വരുന്നവരൊക്കെ എല്ലാ ചാപ്റ്ററിന്റെയും ബേസ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാം നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടിരിക്കുക. ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ മാത്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു അറ്റംപ്റ്റ് തന്നെ നമുക്ക് മാത്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേ രീതിയിലാണ് ഇനിയുള്ള ഷിഫ്റ്റുകൾക്ക് ഷിഫ്റ്റുകളുടെ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിലും മാത്സിന് കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ് കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ബ്ലഡ് റിലേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് മിക്ക ഷിഫ്റ്റിനും 2 to 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചു കണ്ടു കേട്ടോ. സീറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഗെയിൻ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയിട്ടാണ് ചോദിച്ചത്. കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റിംഗ് അറേഞ്ച്മെന്റ് നല്ല കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യനും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഉറപ്പ് വരുത്തുക. എഗെയിൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സർക്കുലർ അറേഞ്ച്മെന്റ്, ഫ്ലോർ, അതുപോലെ തന്നെ നോർമലി ഉള്ള അറേഞ്ച്മെന്റ്, ഇതെല്ലാം തന്നെ എക്സാംസിന് ചോദിച്ചു കണ്ടതായിട്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിലോജിസത്തിൽ നിന്നും 2 to 3 ക്വസ്റ്റ്യൻസ് വരെ മിക്ക ഷിഫ്റ്റുകൾക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ സിസ്റ്റത്തിൽ നിന്ന്, നമ്പർ സീരീസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പേഴ്സ്, അനലോഗി, ആൽഫബറ്റ് ടെസ്റ്റ്, ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്നും ബേസ്ഡ് ആയിട്ടായിരുന്നു. ഡയറക്ഷൻസിൽ നിന്ന് 1 to 2 ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും എല്ലാ ഷിഫ്റ്റുകൾക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഏരിയകളിൽ നിന്നെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഓർക്കുക, റീസണിങ് പല ക്വസ്റ്റ്യൻസും ലെങ്തി ആയിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. SSC എക്സാംസിനെ വെച്ച് മുന്നേ നടന്നിരുന്നു, ഇപ്പൊ കഴിഞ്ഞല്ല, ഇതിന് മുന്നേ ഒക്കെ നടക്കുന്ന SSC എക്സാമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ച് 2-3 റൗണ്ട്സ് ആയിട്ട് റീസണിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തി ആണ്, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനിലും സ്റ്റക്കായി നിന്ന് നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കാണും, എല്ലാ ക്വസ്റ്റ്യൻസും കണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പിച്ച് തന്നെ നിങ്ങൾ എക്സാമിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ റീസണിങ്ങിന്റെ കാര്യം, നിങ്ങൾ ടൈം മാനേജ്മെന്റിനാണ് റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് GK-യുടെ കാര്യമാണ്. GK എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, പൊളിറ്റിയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിനു മുന്നേ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, കറണ്ട് അഫയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 8 to 10 ക്വസ്റ്റ്യൻസ് പല എക്സാമുകൾക്കും പല ഷിഫ്റ്റുകൾക്കും 8 to 10 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കുട്ടികളോട് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2025 കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് സെപ്റ്റംബർ വരെ നമുക്ക് എക്സാം ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞ് എക്സാം ഉള്ളവർ, അല്ലെങ്കിൽ ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ഏത് ദിവസം എക്സാമിന് പോകുന്നവരും ഫൈനൽ റിവിഷൻ നടത്തിയെടുത്ത് 2025 കറണ്ട് അഫയേഴ്സിനാണ്. അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നല്ലോണം പഠിക്കുക. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴയ 2024, 23 ഒന്നും ചോദിക്കുന്നില്ല. 2025 തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. സപ്പോസ് 24 എന്തെങ്കിലും ഒക്കെ ഏതെങ്കിലും ഷിഫ്റ്റിന് കയറി വരുമോ എന്ന് അറിയില്ല, പക്ഷെ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ 25 കറണ്ട് അഫയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് നിങ്ങൾ ഓർക്കുക. ഇനി ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് ആൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്നും പിന്നെ മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നുമാണ് കേട്ടോ. മിഡീവിയൽ നിന്ന് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ആൻഷ്യൻ ആൻഡ് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അതിൽ തന്നെ ലീഡേഴ്സ്, മൂവ്മെന്റ്സ്, ഈ ഏരിയകളിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വേദിക് ഏജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മൗര്യ, ഗുപ്ത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൈനിസം, ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകളിലും ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി പഠിക്കുന്നവർ ഫോക്കസ് ചെയ്യുക. മോഡേൺ ഹിസ്റ്ററി, ആൻഷ്യൻ ഹിസ്റ്ററി കുറച്ചും കൂടെ, ഫ്രീഡം മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. ജൈനിസം, ബുദ്ധിസം, ഇങ്ങനെ മൂവ്മെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇനിയല്ല നിങ്ങൾ പഠിക്കുന്നതെന്ന് അറിയാലോ, നമ്മൾ റിവിഷൻ ആണ്. റിവിഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടെ നിന്നാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ജോഗ്രഫിയുടെ കാര്യം പറയുമ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. മൗണ്ടെയിൻസ്, റിവേഴ്സ്, പാസസ്, ബ്രിഡ്ജുകൾ ഉണ്ടാക്കിയത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകൾക്കും ചോദിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ സ്റ്റേറ്റ്സ്, അതിന്റെ ക്യാപിറ്റൽസ്, ഇമ്പോർട്ടൻറ്റ് സിറ്റീസ്, ക്ലൈമറ്റ് ആൻഡ് സോയിൽസ് ഓഫ് ഇന്ത്യ, ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, റംസാർ സൈറ്റ്, ലൊക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടു. പക്ഷെ എന്നാലും നിങ്ങൾ ഫൈനൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ജോഗ്രഫിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ റിവിഷൻ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ റിവിഷൻ ചെയ്യേണ്ടെന്നല്ല, ഫിസിക്കൽ ജോഗ്രഫിയുടെ ഏരിയ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പോവുക. ഇനി പൊളിറ്റിയിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആർട്ടിക്കിൾ റിലേറ്റ് ചെയ്ത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആർട്ടിക്കിൾ ആൻഡ് അമെൻമെന്റ്സിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പൊളിറ്റിയിൽ നിന്നും മാക്സിമം കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പാർലമെന്റ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് റിവിഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. എന്നാലും ആർട്ടിക്കിൾസ് ആൻഡ് അമെൻമെന്റ്സും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഒബിയസ്ലി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബയോളജിയിൽ നിന്നൊരു 2 ചോദ്യം, കെമിസ്ട്രിയിൽ നിന്ന് 2 ചോദ്യം, ഫിസിക്സിൽ നിന്ന് 1 ചോദ്യം, ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രിയുടെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും അധികം ചോദിച്ചു കണ്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബയോളജിയിൽ ഡിസീസസ് റിലേറ്റ് ചെയ്തിട്ട് ഹ്യൂമൻ ഫിസിയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടു. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള സയന്റിഫിക് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ISRO മിഷൻസ്, അവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം, അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് 8 to 10 months ആണ്. എക്സ്പെഷ്യലി 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ ഈ എക്സാമിന് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് കറണ്ട് അഫയേഴ്സിന് അത്ര വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ മേജർ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ്, സ്പോർട്സ് വിന്നേഴ്സ് ആൻഡ് ഹോസ്റ്റുകൾ, എക്സ്പെഷ്യലി സ്പോർട്സ് വിന്നേഴ്സ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, ഗവൺമെന്റ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡിസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗവൺമെന്റ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡിസസിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അപ്പോയിന്റ്മെന്റ്സ് കൂടെ നിങ്ങളൊന്ന് പഠിച്ചേക്കുക. അപ്പോയിന്റ്മെന്റ്സ് 2025 നടന്ന അപ്പോയിന്റ്മെന്റ്സ് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ്, ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഡേയ്സ്, അതിന്റെ തീമുകളും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാതിരിക്കുക. ഓക്കെ, ഇനി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോയാൽ അതിനു മുന്നേ ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫെസ്റ്റിവൽസ് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ പഠിക്കാത്തവർക്ക് ആ ഏരിയ പുതിയതായിട്ട് ഇനി നോക്കാനുള്ളൊരു സമയമൊന്നുമില്ല. പഠിച്ചിട്ടുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് റിവിഷൻ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് ചോദിച്ചിട്ടുണ്ട്, യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകൾ ചോദിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസുകൾ അത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ്. നമുക്കറിയാം GK ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഫൈനൽ റിവിഷൻ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് നടത്തുക. അതുപോലെ തന്നെ ഓരോ ഏരിയയുടെയും ഓരോ സബ്ജക്റ്റിന്റെയും കോർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കോറിലുള്ള ആ സബ്ജക്റ്റിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ കാര്യം, അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ പുറകോട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മാക്സിമം റീസണിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലൈക്കൻസ്. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലൈക്കൻസിനെ പറ്റിയുള്ള ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ലൈക്കൻ, ഫംഗി ആൻഡ് സൈനോബാക്ടീരിയ ബോത്ത് ലിവ് ഇൻ ലൈക്കൻസ് ഇൻഡിപെൻഡന്റ്ലി. ലൈക്കൻസ് കണ്ടെയ്ൻ സൈനോബാക്ടീരിയ. Lichens are seen as slow growing large colored patches on
the bark of trees. Fungi are found in lichens living in a symbiotic relationship. അപ്പൊ നമുക്കറിയാം ഫംഗസും സയനോബാക്ടീരിയയും തമ്മിലുള്ള ഒരു എന്താ പറയാ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ലൈക്കൻസ് എന്ന് പറയുന്നത്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവർ ഒന്നിച്ചാണ് ഇരിക്കും. ഇവർ രണ്ടുപേരും രണ്ടായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല ഇരിക്കുക, ഇവർ ഒന്നിച്ച് ഒരൊറ്റ ജീവിയായിട്ടാണ് ഇരിക്കുക. ഇവർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല, ഇവർ ഒന്നിച്ചാണ് ഇരിക്കുക. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവർ ഒന്നിച്ചായിട്ടായിരിക്കും ഇരിക്കുക. അപ്പം സ്റ്റേറ്റ്മെന്റ് എ ആണ് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which physicist was famous for the gold foil experiment? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആരുടെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു? നമുക്കറിയാലേ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏൺസ്റ്റ് റൂദർഫോർഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിൽ ഒന്നായിരുന്നു. ആറ്റത്തിന് ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്, ആ സെൻട്രൽ പാർട്ട് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയത് റൂദർഫോർഡിന് അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്തതെന്ന് പറയുന്നത് where is the headquarters of WTO located? ഓക്കെ, WTOയുടെ അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറിയാമോ എവിടെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്? എവിടെയാണ് നമുക്കറിയാം അല്ലെ, ജനീവയിലല്ലേ? അതെ, ജനീവയിലാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ജനീവ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. ജനീവ സ്വിറ്റ്സർലൻഡിലാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് തന്നെ എക്സാമിന് പോവുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ബതുകമ്മ ഈസ് എ യൂണിക് ഫ്ലവർ ഫെസ്റ്റിവൽ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ബതുകമ്മ എന്ന് പറയുന്ന ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അറിയാമോ എവിടെ വെച്ചിട്ടാണ് ബതുകമ്മ എന്ന് പറയുന്ന ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നത്? എവിടെ വെച്ചിട്ടാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത്. സൗത്ത് ഇന്ത്യയിലാണ്, തെലങ്കാന സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് ഈ പെർട്ടിക്കുലർ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലൊക്കെയാണ് യൂഷ്വലി നടക്കുക. തെലങ്കാനയിലാണ്. ഓക്കെ, തെലങ്കാനയിലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who has been appointed as India's new chief election commissioner in 2025? 2025 ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗൈനേഷ് കുമാർ ആണ് 2025 ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ്, അപ്പോയിന്റ്മെന്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും എക്സാമിന് കാണാൻ വേണ്ടി പറ്റിയത്. ചില ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുക, ഒരുപാട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ GK യിലില്ല. നിങ്ങൾ ഇത്ര കാലം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് റിവിഷൻ ചെയ്തിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ തന്നെ ഉറപ്പായിട്ടും നമുക്ക് ഈ എക്സാമിന് നല്ല സ്കോർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേൾഡ് വാട്ടർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ? വേൾഡ് വാട്ടർ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അറിയാമോ? വേൾഡ് വാട്ടർ ഡേ നമ്മൾ പറഞ്ഞല്ലേ, ഡേയ്സ് അതുപോലെ തന്നെ ഓരോ ഡേയ്സിന്റെയും തീംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് വാട്ടർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 22 അല്ലെ? വേൾഡ് വാട്ടർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 22 അതിന്റെ തീം ഓർമ്മയുള്ളവര്, 2025 തീം ഓർമ്മയുള്ളവര് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് വേദ? ഏതാണ് ഓൾഡസ്റ്റ് വേദ? അല്ലെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഓൾഡസ്റ്റ് വേദ? നമുക്കറിയാം, നമ്മൾ പറയുമ്പോൾ തന്നെ ഓർഡറിലാണ് പറയല്. ഏറ്റവും ആദ്യം പറയുന്നത് ഏതാണ്? ഋഗ്വേദയാണ്. ഋഗ്വേദ തന്നെയാണ് ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, അതിനകത്ത് ഋഗ്വേദയാണ് നമ്മളുടെ ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, തീം ഫോർ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ. 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണതാ? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ, വെറ്റ്ലാൻഡ്സ് ഫോർ സസ്റ്റൈനബിൾ സിറ്റീസ്, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഇൻഡിജീനിയസ് നോളജ്, പ്രിസർവിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്, വെറ്റ്ലാൻഡ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇതിലേതാണ് 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫീച്ചർ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ വരുന്നത് കേട്ടോ. സോ നമുക്ക്
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫൗണ്ടർ ഓഫ് പാല എംപയർ. പാല എംപയറിന്റെ ഫൗണ്ടർ ആരാണ്? ആരാണ് പാല എംപയറിന്റെ ഫൗണ്ടർ? നമുക്കറിയാം ആരാണ്? ഗോപാലയല്ലേ? അതെ, ഗോപാലയാണ് പാല എംപയറിന്റെ ഫൗണ്ടർ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വളരെ എളുപ്പമുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ഓരോ സബ്ജക്റ്റുകളും അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സ്കോർ ഇവിടെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് കറണ്ട് അഫയേഴ്സ് ഈസ് ദ കീ. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്നത് കൊണ്ടും വളരെ പുതിയ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്, അതുകൊണ്ടും ഒക്കെ തന്നെ കറണ്ട് അഫയേഴ്സ് ഈസ് ദ കീ. ബാക്കി എല്ലാ GK ക്വസ്റ്റ്യൻസും ഈസി ടു മോഡറേറ്റ് ലെവൽ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം? ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ ആരാണ്? ആരാണ് ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ? നമുക്കറിയാം അല്ലെ, സിദ്ധാർത്ഥയാണ്. സിദ്ധാർത്ഥയാണ് ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സോ ഗൗതമ ബുദ്ധ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ആണ് നമ്മുടെ ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇസ് ഫോംഡ് ബൈ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബയോളജിയിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്? കൊറോയിഡ് പ്ലെക്സസ് എന്ന് പറയുന്ന ഭാഗത്ത്, ഓപ്ഷൻ ബി ആണ്, കൊറോയിഡ് പ്ലെക്സസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ഇസ് നോൺ ആസ് ലാഫിംഗ് ഗ്യാസ് അല്ലെ? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SO2 ആണോ, N2O ആണോ, CO ആണോ, CH4 ആണോ? ഇതിൽ എന്താണ് ലാഫിംഗ് ഗ്യാസ്? നമുക്കറിയാലേ, നൈട്രസ് ഓക്സൈഡ് N2O ആണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. CO കാർബൺ മോണോക്സൈഡ് ആണ്, CH4 മീഥേൻ ആണ്. CH4 മീഥേൻ ആണ്. അപ്പൊ ഈ ഗ്യാസുകളെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള നെയിമിംഗ് പോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം. മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ GK ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് നമുക്ക് ഇനിയും NTPC അത് ചെയ്യാം. അപ്പൊ അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഇനി എക്സാമിന് പോകുന്നവര് ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിന് നല്ല ഫോക്കസ് കൊടുത്ത് പഠിച്ചിട്ട് പോവുക. സ്പോർട്സ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അതിന്റെ തീംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ലാസ്റ്റ് മിനിറ്റിൽ റിവിഷൻ ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ കമ്പൈലേഷൻസ് ഒക്കെ നോക്കിയിട്ട് അതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. മാത്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അരിത്തമെറ്റിക്കിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ടൈം ആൻഡ് വർക്കിൽ നിന്നൊരു ചോദ്യം എന്തായാലും എല്ലാ ഷിഫ്റ്റിനും ചോദിക്കുന്നുണ്ട്. HCF LCM നിന്നൊരു ചോദ്യം എല്ലാ ഷിഫ്റ്റിനും ചോദിക്കുന്നുണ്ട്. മെൻസുറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ചില ഷിഫ്റ്റുകൾക്ക് മിക്സഡ് ഡെലിഗേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക് ഇപ്പോൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നോക്കുമ്പോൾ വളരെ എക്സ്ട്രീം ആയിട്ട് ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് ട്രിക്കി ആയിട്ടുള്ള, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നില്ലെന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് എക്സാം എഴുതുക. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ്, റിവ്യൂസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.